ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവുമല്ല മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യമേ ഇല്ല എന്നാണ് CPM പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, അതിന് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ലായിരുന്നെങ്കിൽ അത് അയ്യപ്പന്മാരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ഒരു സംഗമം മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടിയിരുന്നത്. അത് ഒരു സർക്കാരിൻ്റെ പരിപാടിയായിട്ടോ അത് CPMൻ്റെ ഒരു പാർട്ടി പരിപാടിയായിട്ടോ അവരുടെ മുഖം രക്ഷിക്കൽ നടപടിയായിട്ടോ അല്ല നടക്കേണ്ടിയിരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചരണവും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സന്നാഹവും മുന്നൊരുക്കങ്ങളും ഒക്കെ നടക്കുന്നത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തന്നെ തലത്തിലാണ് എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ സംഘാടനം തന്നെ വളരെ കൗതുകകരമായിട്ടുള്ള രീതിയിലാണ്. നോക്കൂ, 2018 സെപ്റ്റംബർ 28 വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി, യുവതീ പ്രവേശനം അനുവദിച്ചിട്ടുള്ള വിധി, ആ വിധി വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ കാണിച്ചിട്ടുള്ള വ്യഗ്രത, ഏത് നിലയ്ക്കും യുവതീ പ്രവേശനം സാധ്യമാക്കിക്കൊണ്ട് അവിടുത്തെ ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അതെന്തോ ഒരു അടിയന്തര നവോത്ഥാന പ്രശ്നമാണെന്ന പോലെ സ്വന്തം നിലയിൽ സ്ത്രീകളെ ശബരിമല കയറ്റാൻ പോലും നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്തിട്ടുള്ള ഭക്തരായിട്ടുള്ള അയ്യപ്പന്മാരെ ഏത് നിലയിലാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നേരിട്ടിട്ടുള്ളത്, എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കേവലം നാമം ജപിച്ചതിൻ്റെ പേരിൽ സ്വാമിയെ ശരണയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിൽ നടന്നതിൻ്റെ പേരിൽ മാത്രം വയോധികരായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ പോലും കേസെടുത്തിട്ടുള്ള ഒരു സർക്കാരിന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് അയ്യപ്പന്മാരോടും ഭക്തരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളോടും ഇത്രയേറെ താല്പര്യം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതിൻ്റെ സംഘാടനം നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് അത് ഏതെങ്കിലും നിലയിൽ ഭക്തരുടെ ഒരു സംഗമമായിട്ടല്ല, ശബരിമലയിലെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ആയിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്.